എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ഒരു ഓണം ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം എനിക്ക് ഓണത്തിന് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്ത ഒരു സാരിയാണ്. ഇതുവരെ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാരി വളരെ കുറവാണല്ലോ കൊടുക്കുന്നത്. ഒന്നാമത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ എനിക്ക് പാകമാവില്ല, അതാണൊരു പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടി കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ബ്ലൗസ് അധികം സ്റ്റിച്ച് ചെയ്യാറില്ല. അപ്പോൾ കുറേ സാരികൾക്ക് ഒരു ബ്ലൗസാണ് ഞാൻ അധികവും ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ അടുത്ത് സ്റ്റിച്ച് ചെയ്തതാണിത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാരി നമുക്ക് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെറുതെ ഇടാം. കുറച്ച് കുമ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വൺ ലെയറായിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനധികം ഇങ്ങനെ ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറൊന്നും പുറത്ത് കാണില്ല, നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെയും നമുക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ മുന്താണി നമുക്ക് പുറകിൽ കൂടെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അരക്കെട്ടിനൊന്നും അധികം വീതി തോന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ അരക്കെട്ടിൽ അധികം വണ്ണം തോന്നാത്ത രീതിയിൽ നമുക്ക് സാരി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ബ്ലൗസ് അല്ല കേട്ടോ. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ശരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഈ വർഷത്തെ ഒരു ഓണം ഔട്ട്ഫിറ്റാണ്. അപ്പോൾ നമ്മളുടെ ജിമ്മിൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ പോകുന്ന ജിമ്മിൽ ഓണപ്പരിപാടി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ വർഷത്തെ ഈ ഒരു ഓണസാരി ഞാൻ അതിനാണ് എടുത്തത്. അപ്പോൾ ഇതിന് നമ്മളൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് നമ്മൾ ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയൊക്കെ വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. ഒരു തെയ്യം ആണ് ഇതിനകത്ത്, പെയിൻറ്റിങ് ആണ്. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സാരിയാണ് കേട്ടോ. 850 രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ വില. വലിയ വിലയില്ല. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ബ്ലൗസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ബ്ലൗസ് ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. അധികവും ഹൈനെക്കായിട്ടാണ് തയ്ക്കാറുള്ളത്. കാരണം ഒരുപാട് തടി കൂടിയത് കൊണ്ട് അപ്പോൾ ഒരു വൃത്തികേടായിരിക്കും കഴുത്തൊക്കെ ഉള്ള ബ്ലൗസാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ അധികം ഹൈനെക്കാണ് ഇപ്പോൾ തയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഈ പ്രിൻ്റൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു ഓണം ഔട്ട്ഫിറ്റ്സ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ പിൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഊരിയിട്ടിട്ട് ഇങ്ങനെ കണ്ടില്ലേ, കുറേ കൂടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി അധികം തോന്നില്ല. അപ്പോൾ ഇത് കുട്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുണ്ടാവും കാണാൻ. നമ്മളൊക്കെ തടിയൊക്കെ വന്നിട്ട് കുമ്പയൊക്കെ ആയതുകൊണ്ട് അത്ര ഒരു എന്താ പറയുക സ്റ്റൈലിഷായിട്ട് തോന്നില്ല. എങ്കിലും കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് വൈസ് നമ്മൾ ഇതിൻ്റെ ഫ്രില്ലൊക്കെ എടുക്കുകയാണെങ്കിൽ ആ പ്രിൻ്റൊക്കെ നല്ല രസമായിട്ട് ഫ്രില്ലിൽ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻറ്റുകളുള്ള കേരള സാരികൾ വളരെ ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത്തവണത്തെ മറ്റൊരു ഔട്ട്ഫിറ്റ് ഇതാണ്, മുണ്ടും വേഷ്ടിയും. ഇത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. എൻ്റെ കുമ്പ പുറത്താവും, അതുകൊണ്ട് ഞാൻ അധികവും ഇത് ഉടുക്കാറില്ല. എങ്കിലും ഇതും നമുക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ വെച്ചിട്ട് നമുക്ക് ഉടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.